കാരണം ഇവന്മാരെ പുലീനെ വരെ അടിച്ചിടും, അമ്മാതിരി ശക്തിയാണ്. ആ ഒരു സമയത്ത് ഇതിൻ്റെ ഈ കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു ഇരുമ്പിൻ്റെ പടച്ചട്ട കെട്ടിക്കൊടുക്കും. കഴിഞ്ഞ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറോളം ടൈം എടുത്തത് അങ്ങ് മലയുടെ മേലേന്ന് ഞാൻ ഇറങ്ങിയതാ. കറങ്ങി ഇവിടെ എത്തുമ്പോഴത്തേക്കും ജീവനുള്ളതായിട്ട് ഇതാ ഈ ഒരു മൗണ്ടൻ ഭാഗത്തൊക്കെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടാ ഇങ്ങോട്ട് നോക്കടാ. നോക്കിയാൽ മതി, നിന്നെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പക്ഷേ നീ പിണങ്ങി നിൽക്കല്ലേ. ഒരു തമാശക്കാരൻ. ടിബറ്റൻ ബോട്ടിയ ഗണത്തിൽപ്പെടുന്ന ഇതുപോലത്തെ ഡോഗ്സിനെയാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത്രയും നേരത്തെ നടത്തത്തിന് ഒടുവിൽ ഞാനിപ്പം ജീവനുള്ള ഒരു സാധനത്തിനെ കാണുന്നുള്ളൂ, അത് ഇവനാണ്. പിന്നെ വരുന്ന വഴിയിലൊക്കെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പുലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഉള്ളതാണോ? സത്യമാണോ? നീ ഉള്ളപ്പോൾ ഇവിടെ പുലി ഉണ്ടാവുമോ? ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പുലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഉള്ളതാണോ? സത്യമാണോ? ഇല്ല, ഇവനിവിടെ ഉള്ളപ്പോൾ പുലി ഉണ്ടാകത്തില്ല. ഈ ഒരു പട്ടികളുണ്ടല്ലോ പ്രധാനമായിട്ടും ഈ ആട്ടിടയന്മാരെ അവരുടെ ഗൈഡ് ഡോഗായിട്ട് യൂസ് ചെയ്യുന്നതാണ്. കാരണം ഇവന്മാരെ ഈ പുലീനെ വരെ അടിച്ചിടും, അമ്മാതിരി ശക്തിയാണ് ഇതുങ്ങൾക്ക്. പിന്നെ ആ ഒരു സമയത്ത് ഇവരെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു ഇരുമ്പിൻ്റെ പടച്ചട്ട കെട്ടിക്കൊടുക്കും. എന്തിനാണെന്ന് വെച്ചാൽ ഈ പുലിയുടെയൊക്കെ ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവന്മാരെ എരേനെ വീഴ്ത്തുന്നതേ കഴുത്തെ കടിച്ചു പിടിച്ചിട്ടാണ്. പടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കഴുത്തെ പിടുത്തം കിട്ടത്തില്ല. എങ്ങനെ? കൊള്ളാം അല്ലേ? ടിബറ്റൻ ബോട്ടിയ ഡോഗ്. നിന്നെ പറ്റിയാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു നന്ദിയെ സൂചകമായിട്ട് ഈ വാലെങ്കിലും ഒന്ന് ആട്ടാമായിരുന്നു. പല്ലി കാണിച്ച പല്ലി കാണിച്ച പല്ലി. വാ വാ വാ.